ഒരു മാസത്തിനടുത്ത് നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് അല്പസമയത്തിനകം കുട്ടിക്കലാശം. അവസാന മണിക്കൂറുകളിൽ വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി അധ്യക്ഷയ്ക്കായ അരവിന്ദ് കെജ്രിവാൾ ഉച്ചയ്ക്ക് ശേഷം റോഡ് ഷോ നടത്തുകയാണ്. ജംഗ്പുരയിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അവസാന ദിനത്തിലും കടുത്ത വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നു. രാഗേഷ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. രാഗേഷ്, പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമാകുന്നു ഈ കൊട്ടിക്കലാശം. ഏത് തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അവസാന മണിക്കൂറുകളിൽ കൊട്ടിക്കലാശം കൊഴുപ്പിക്കുന്നത്? അപർണ, ഇനി ഏതായാലും പരസ്യപ്രചാരണം അവസാനിക്കാൻ 40 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ മുഖ്യമന്ത്രി അതിഷിയുടെ മണ്ഡലത്തിലാണ്. സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ ന്യൂഡൽഹിയിൽ റോഡ് ഷോ ഒക്കെ നടത്താറുണ്ട്. പക്ഷേ ഇന്ന് അത് ഉണ്ടായിട്ടില്ല. ഉച്ചയ്ക്ക് രാവിലെ വാർത്താ സമ്മേളനമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. ആ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ വിമർശനം കെജ്രിവാൾ ഉന്നയിച്ചു. പ്രത്യേകിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അടുത്ത മാസം വിരമിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഗവർണർ പദവി ആഗ്രഹിക്കുന്നു. കാരണം ഏകപക്ഷീയമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. BJP പണം വിതരണം ചെയ്തു, അപ്പോഴൊന്നും ഒരു നടപടി എടുക്കുന്നില്ല. മാത്രവുമല്ല, BJP പ്രവർത്തകർ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു, അതിലും നടപടിയില്ല. അപ്പോൾ രാജീവ് കുമാർ ഒരിക്കലും ചെയ്യുന്ന നടപടികൾ കമ്മീഷന് ചേരാത്തതാണ്, നിരക്കാത്തതാണ് എന്ന വിമർശനമാണ് കെജ്രിവാൾ നടത്തിയത്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രി അതിഷിയുടെ മണ്ഡലമായ കാൽക്കാജിയിലാണ്. അവിടെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. BJPക്കെതിരെ വലിയ വിമർശനം ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ആം ആദ്മി സർക്കാർ നൽകുന്ന സൗജന്യ വൈദ്യുതിയും വെള്ളവും ഒക്കെ തന്നെ BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇല്ലാതാക്കും. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നിലവിലുണ്ട്, അതും BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഒഴിവാക്കും തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ അവസാന മണിക്കൂറിലും അരവിന്ദ് കെജ്രിവാളിന്റെ പ്രചാരണം. ഏതായാലും കോൺഗ്രസിനായി ഇന്ന് പ്രിയങ്ക ഗാന്ധി സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിക്കായി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജംഗ്പുരയിലായിരുന്നു ഇന്ന് പ്രിയങ്ക ഗാന്ധി ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി ഇവിടെ പ്രചാരണത്തിന് എത്തുകയും ചെയ്തത്. പ്രധാനമന്ത്രിയുടെ അടക്കമുള്ള പ്രചാരണം ഇന്നലെ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. ഏതായാലും അവസാന ലാപ്പ് വരെ ആം ആദ്മി പാർട്ടിക്ക് ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ കേന്ദ്ര ബജറ്റിലെ ആദായ നികുതി ഇളവൊക്കെ BJP അത് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മധ്യവർഗം ഏതാണ്ട് 40% മുകളിൽ ഡൽഹിയിലുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിരവധി ജീവനക്കാർ ഡൽഹിയിലുണ്ട്. അപ്പോൾ വോട്ടാകുമെന്നൊരു പ്രതീക്ഷ, മധ്യവർഗ വോട്ടുകളെ തവണ തുണയ്ക്കും എന്ന പ്രതീക്ഷ ഏതായാലും BJPക്കുണ്ട്. അങ്ങനെ ഒരു വാശിയേറിയ പ്രചാരണ കാലത്തിന് തിരശ്ശീല വീഴുകയാണ്. അപർണ. രാഗേഷ് ഡൽഹിയിൽ നിന്ന് കലാശക്കൊട്ടിലേക്ക്.